വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 7 ആണ് കേട്ടോ. ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ചിട്ട് ചാപ്റ്റർ 7 ആണ്. കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറേ ഇതിനകത്ത് പുതിയതായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് നമുക്ക് ഇതിന്റെ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ചെക്ക് ചെയ്ത് നോക്കാം. റീകോളിംഗ് റേഷ്യോസ് ആൻഡ് പെർസെന്റേജ്, അതായത് നമ്മൾ മുൻപ് റേഷ്യോസിനെ കുറിച്ചും പെർസെന്റേജും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുൻപത്തെ ക്ലാസ്സുകളിൽ. അപ്പൊ അതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഇവിടെ. ആ റേഷ്യോ എന്താണ്, പെർസെന്റേജ് എന്താണ്, റേഷ്യോ ടു പെർസെന്റേജ് കൺവേർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഫൈൻഡിങ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് പെർസെന്റ്. ഓക്കെ, ഇൻക്രീസ് പെർസെന്റ് ഡിക്രീസ് പെർസെന്റ് ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ പുതിയൊരു കോൺസെപ്റ്റ് ആണ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഫൈൻഡിങ് ഡിസ്കൗണ്ട്സ്, പ്രൈസസ് റിലേറ്റഡ് ടു ബൈയിങ് ആൻഡ് സെല്ലിങ്, അതായത് പ്രോഫിറ്റ് ലോസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെയിൽസ് ടാക്സ്, വാറ്റ്, GST, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതിന്റെ ഫോർമുല വെച്ചിട്ടുള്ള കുറെ ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിന്റെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതിന്റെ വീഡിയോസ് മൊത്തം അങ്ങനെ കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ഓരോരോ പാർട്ടായിട്ട്, ഓരോരോ ക്ലാസ്, ഓരോരോ വീഡിയോ ആയിട്ട് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് കമ്പയറിംഗ് ടു ക്വാണ്ടിറ്റീസ്. രണ്ട് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യുന്നതിനാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു ജനറൽ ഫോം ഉണ്ട് റേഷ്യോന്, അതായത് A:B. ഓക്കെ, A:B, അതായത് എയും ബിയും ഒരു ക്വാണ്ടിറ്റീസ് ആണ്. ഏനെന്താ നമ്മൾ പറയാം, ആന്റിസിഡന്റ് എന്നും ബിനെ നമ്മൾ കോൺസിക്വന്റ് എന്നാണ് പറയാ. ദെൻ ഇവിടെ റേഷ്യോന്റെ സൈൻ ഉണ്ട്. ഇതിനെങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, A:B എന്നാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റേഷ്യോ എന്നുള്ളതിന്റെ ഒരു ജനറൽ ഫോം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിളിനകത്ത് ഓറഞ്ചസും ആപ്പിൾസും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് 5 ഓറഞ്ചസും 20 ആപ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഓറഞ്ചസ് ടു ദ നമ്പർ ഓഫ് ആപ്പിൾസ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഓറഞ്ചസ് ടു ദ നമ്പർ ഓഫ് ആപ്പിൾസിന്റെ റേഷ്യോ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണ്, ദ നമ്പർ ഓഫ് ഓറഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാണ്, 5:20. നമ്പർ ഓഫ് ആപ്പിൾസ് എന്താണ്, 20. ദെൻ റേഷ്യോന്റെ സൈൻ ചെയ്തു, 5:20. 5:20. ദിസ് കമ്പാരിസൺ ക്യാൻ ബി ഡൺ ബൈ, ഈ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു കമ്പാരിസണോട് എങ്ങനെ ചെയ്യുന്നത്, ഫ്രാക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 5:20 എന്ന് പറയുന്നത് ഈക്വലന്റ് ആണ് ഇതിനോട്, 5/20നോട്. ഓക്കെ, 5:20 ഈസ് ഈക്വലന്റ് ടു 5/20. 5/20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, 5ലും 20ലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കുക. ദെൻ ആ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5ലും 20ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു നമ്പർ ഏതാണ്, 5 ആണ്. 5 കൊണ്ട് ന്യൂമറേറ്റർ ആയിട്ടുള്ള 5നെയും ഡിനോമിനേറ്റർ ആയിട്ടുള്ള 20നെയും ഡിവൈഡ് ചെയ്യാം. 5/5 1, 20/5 4, then 1/4 എന്ന് കിട്ടി. ഓക്കെ, 1/4 എന്ന് നമുക്ക് റേഷ്യോന്റെ ടേംസിൽ എങ്ങനെ എഴുതാം, 1:4. ഓക്കെ, 1:4. എങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യേണ്ടത്, 1:4. നമുക്ക് റേഷ്യോന്റെ ടേംസിൽ എഴുതിയത് എങ്ങനെയാണ്, 1:4 എന്നാണ് നമ്മൾ അതിനെ റീഡ് ചെയ്യേണ്ടത്, 1:4. അപ്പൊ ഈ കമ്പാരിസൺ നമുക്ക് എങ്ങനെ പറയാം, ദ നമ്പർ ഓഫ് ഓറഞ്ചസ് ഈസ് 1/4 the number of apples. ആപ്പിൾസിന്റെ എണ്ണത്തിന്റെ 1/4 ആണ് അവിടെ ഓറഞ്ചസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേഷ്യോന്റെ കമ്പാരിസൺ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് ഓറഞ്ചസ് ഈസ് 1/4 the number of apples. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്തതെന്ന് മനസ്സിലായി. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന റേഷ്യോ എടുത്ത് എഴുതി, ദെൻ അതിന്റെ ഫ്രാക്ഷൻസ് യൂസ് ചെയ്ത് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റിയതിന് ശേഷം അത് ഇൻ ടേംസ് ഓഫ് റേഷ്യോയിൽ എഴുതിയിട്ട് ദെൻ ആ കമ്പാരിസൺ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓറഞ്ചസ് ഈസ് 1/4 the number of apples. നമുക്ക് ഇനി തിരിച്ച് കണ്ടുപിടിച്ചാലോ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആപ്പിൾസ് ടു ദ നമ്പർ ഓഫ് ഓറഞ്ചസ്. ഇവിടെ നമുക്ക് എങ്ങനെയായിരുന്നു, നമ്പർ ഓഫ് ഓറഞ്ചസ് ടു ദ നമ്പർ ഓഫ് ആപ്പിൾസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആപ്പിൾസ് ടു ദ നമ്പർ ഓഫ് ഓറഞ്ചസ് ആണ്. ഓക്കെ, the ratio of number of apples to the number of oranges. Number of apples എന്ന് പറയുന്നത് 20 ആണ്, number of oranges എന്ന് പറയുന്നത് 5 ആണ്. ആദ്യം ഏതാണോ
തന്നിട്ടുള്ളത് പറയുന്നത്. അതായത് ഇവിടെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത് ആപ്പിൾസ് ടു ദ ഓറഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ. അപ്പൊ ആദ്യം ഇവിടെ ഏതാ ആപ്പിൾസ് ആണ്, അത് 20 ആയിട്ട് എഴുതി. ദെൻ നമ്പർ ഓഫ് ഓറഞ്ചസ് എന്ന് പറയുന്നത് 5 എഴുതി. റേഷ്യോയുടെ സിമ്പിൾ ഇട്ടു. ദെൻ 20:5 എന്നാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. 20:5 നമ്മൾ എന്ത് ചെയ്യണം? ഇനി കമ്പാരിസൺ ചെയ്യണമെങ്കിൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യാം. ദെൻ 20:5 ഈസ് ഈക്വലന്റ് ടു ഏതാണ്? 20/5. 20/5 നമുക്ക് എങ്ങനെ ചെയ്യാം? സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ എടുക്കാം. ആ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് കിട്ടും? 4/1 എന്ന് കിട്ടും. 4/1 നമ്മുടെ റേഷ്യോന്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 4:1. ഓക്കെ, ക്ലിയർ ആണല്ലോ? റേഷ്യോന്റെ ടൈമിൽ 4:1 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പറയാം? ദ നമ്പർ ഓഫ് ആപ്പിൾസ് ഈസ് 4 times the number of oranges. Clear ആണല്ലോ? The number of apples is 4 times the number of oranges. Number of oranges ന്റെ 4 times ആണ് number of apples. ഓക്കെ, കമ്പാരിസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റേഷ്യോ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റേഷ്യോ ഫ്രാക്ഷൻസിൽ എങ്ങനെയാണ് ആ കമ്പാരിസൺ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ കമ്പാരിസൺ പെർസെന്റേജസ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് റീകോളിംഗ് പെർസെന്റേജ് ആണ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മുൻപത്തെ എക്സാമ്പിൾസ് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യില് ഒരു ബാസ്കറ്റ് ഉണ്ട്. ആ ബാസ്കറ്റിനകത്ത് ഓറഞ്ചസും ആപ്പിൾസും ഉണ്ട്. Okay, then number of oranges and number of apples നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? number of oranges 5ഉം number of apples 20 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബാസ്കറ്റിനകത്ത് ഓറഞ്ചും ഉണ്ട് ആപ്പിളും ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഓറഞ്ചസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ആപ്പിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണ്? ടോട്ടൽ ഫ്രൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ബാസ്കറ്റിനകത്തുള്ള ടോട്ടൽ ഫ്രൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എത്രയാണ്? 20 + 5 25. 5 ഓറഞ്ചസും 20 ആപ്പിൾസ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് 25 ഫ്രൂട്ട്സ് ആണ് അതിനകത്തുള്ളത് ആ ബാസ്കറ്റിനകത്ത്. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഓറഞ്ചസിന്റെ പെർസെന്റേജ് ആണ്. ആ ബാസ്കറ്റിനകത്ത് ആകെയുള്ള ഫ്രൂട്ട്സില് ഓറഞ്ചിന്റെ പെർസെന്റേജ് എത്രയാണ്, അതുപോലെ തന്നെ അതിനകത്ത് ആകെയുള്ള ഫ്രൂട്ട്സില് ആപ്പിളിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി പെർസെന്റേജ് ഓഫ് ഓറഞ്ചസ് ആണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഓറഞ്ചസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഓറഞ്ചസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രൂട്ട്സ് ഇൻടു 100. ഓക്കെ, നമ്പർ ഓഫ് ഓറഞ്ചസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രൂട്ട്സ് ഇൻടു 100 ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ചിന്റെ പെർസെന്റേജ് കിട്ടും. അതെത്രയാണ്? നമ്പർ ഓഫ് ഓറഞ്ചസ് എത്രയാണ്? 5 ആണ്. ഡിവൈഡഡ് ബൈ 25. 5/25 ഇൻടു 100. ഓക്കെ, ദെൻ 5/25 നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. 5ലും 25ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ഏതാണ്? 5 ആണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 25ല് 5. ദെൻ ഇൻടു 100 അതുപോലെ തന്നെ ഇറക്കിയിടാം. ഓക്കെ, ദെൻ നമുക്ക് എന്താ കിട്ടുന്നത്? 1 into 100 divided by 5 into 1 5. Okay, 500നെ അല്ലെങ്കിൽ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാം എത്രയാണ്? 20. അപ്പൊ ആൻസർ എന്താണ്? അതിനകത്തെ ഓറഞ്ചിന്റെ പെർസെന്റേജ് എത്രയാണ്? 20%. ഓക്കെ, ഓറഞ്ചിന്റെ പെർസെന്റേജ് ആ ബാസ്കറ്റിനകത്ത് ഓറഞ്ചിന്റെ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 20%. ഓക്കെ, ഇനി നമുക്ക് ആപ്പിളിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. ആപ്പിളിന്റെ പെർസെന്റേജ് കാണാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പെർസെന്റേജ് ഓഫ് ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ആപ്പിൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രൂട്ട്സ് ഇൻടു 100 ചെയ്താൽ മതി. അത് എത്രയാണ്? 20 divided by 25 into 100. ഓക്കെ, ദെൻ 20ലും 25ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ഏതാണ്? 5 ആണ്. 20ൽ എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് പോകും? 4 times.
25 5 times. Then 4 by 5 into 100. എത്ര കിട്ടാം? 400 divided by 5 എന്ന് കിട്ടും. നമ്മൾ ഇതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5ല് 5 400 400ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 80% എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ ബാസ്കറ്റിനകത്ത് ആകെയുള്ള ഓറഞ്ചസിന്റെ എണ്ണം ആപ്പിൾസിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 80% ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ 20% കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പെർസെന്റേജ് ഓഫ് ഓറഞ്ചസ് പ്ലസ് പെർസെന്റേജ് ഓഫ് ആപ്പിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100% ആയിരിക്കും അല്ലെ? ഓറഞ്ചിന്റെയും ആപ്പിളിന്റെയും പെർസെന്റേജ് കൂട്ടിക്കഴിഞ്ഞ് കിട്ടുന്നത് എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓറഞ്ചിന്റെ പെർസെന്റേജ് അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി. ഇവിടെ കണ്ടുപിടിച്ചല്ലോ 20% ആണ്. പ്ലസ് ആപ്പിൾസിന്റെ പെർസെന്റേജ് നമുക്ക് അറിയത്തില്ല, സോ അത് വിട്ടു. ഈക്വൽ ടു 100 ചെയ്തു. ഓക്കെ, ദെൻ ആപ്പിൾസിന്റെ പെർസെന്റേജ് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിനോട് നിർത്തിയിട്ട് ഈ 20% അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. സോ percentage of apples is equal to എത്ര വരും? 100 minus 20 is 80%. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും അത് കണ്ടുപിടിക്കാം. അതായത് ഒരു പെർസെന്റേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് 100 അപ്പൊ കിട്ടിയ പെർസെന്റേജിനെ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ടോട്ടൽ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലെ? അപ്പൊ ആ ബാസ്കറ്റിനകത്ത് മൊത്തം ഫ്രൂട്ട്സിന്റെ പെർസെന്റേജ് എത്രയാണ്? 100 ആണ്. അപ്പൊ അതിനകത്ത് 20% ആണ് ഓറഞ്ചിന്റെ പെർസെന്റേജ് എങ്കിൽ മറ്റേത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100 minus 20 ചെയ്താൽ മതി. 80% ആണ് അവിടെ ആപ്പിൾസിന്റെ പെർസെന്റേജ്. അല്ലെങ്കിൽ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കാം, നമ്പർ ഓഫ് ഓറഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അതായത് അതിനകത്ത് ഓറഞ്ച് 20% ആണുള്ളത്, ആപ്പിൾസ് 80% ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് റേഷ്യോ പെർസെന്റേജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാന്നുള്ളതൊക്കെ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ റേഷ്യോ പെർസെന്റേജ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എക്സസൈസ് പാർട്ടും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ, അതായത് റേഷ്യോ ആൻഡ് പെർസെന്റേജ് എന്നുള്ള പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നന്നായിട്ട് ഈ വീഡിയോസ് എല്ലാവരും കാണാം. ഓക്കെ, അപ്പൊ നമ്മളുടെ എക്സാമ്പിൾ ഏതാണ്? എ പിക്നിക് ഈസ് ബീങ് പ്ലാൻഡ് ഇൻ എ സ്കൂൾ ഫോർ ക്ലാസ് 7. Girls are 60% of the total number of students and are 18 in number. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ക്ലാസ് 7ന്റെ വകയായിട്ടാണ് ഒരു ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% ആരാണ്? ഗേൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% ഗേൾസ് ആണ്. എത്രയാണത്? 18 ആണ്. അങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അതായത് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ക്ലാസ്സിനകത്തെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ആകെ തന്നിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% ഗേൾസ് ആണ്. അത് എത്രയാണ്? 18 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആകെ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണണം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല അല്ലെ? ഇവിടെ തന്നിട്ടില്ലല്ലോ. അപ്പൊ തരാത്തൊരു കാര്യം തന്നാൽ നമ്മൾ എന്തെടുക്കണം? അതിനെ എക്സ് എന്ന വേരിയബിളില് എടുക്കാം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല, സോ നമ്മൾ അത് എന്തെടുത്തു? എക്സ് എന്ന് എടുത്തു. നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% ആണ് എന്ത്? ഗേൾസിന്റെ എണ്ണം. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60%. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താണ്? എക്സ് ആണ്. എക്സിന്റെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു 60%. ഓക്കെ, എക്സിന്റെ 60% ആണ് നമ്പർ ഓഫ് ഗേൾസ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? എക്സിന്റെ 60% അത് എത്രയാണ്? 18 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഗേൾസ് 18 ആണ്.
അത് എക്സിന്റെ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% ആണ്. ദെൻ എക്സിന്റെ 60% നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 60/100 ആണ്. ഓക്കെ. 40% എന്ന് പറഞ്ഞാൽ എന്താണ്? 40/100 ആണ്. ഓക്കെ. 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 20/100 ആണ്. ആ പെർസെന്റേജ് സൈൻ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20/100 ആണ്. ഈ പെർസെന്റേജ് സൈൻ ഇവിടെ മാറ്റുന്നത് എങ്ങനെയാണ്? 60/100, 40/100 എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് നമുക്ക് പെർസെന്റേജ് സൈൻ ഇവിടെ നിന്ന് മാറ്റേണ്ടത്. അപ്പൊ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 60/100 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 60/100. അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 18. ക്ലിയർ ആണല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% എന്ന് പറയുന്നത് 18 ആണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. ഇനി നമുക്ക് ഇതിൽ നമുക്ക് അറിയാത്തൊരു കാര്യം എന്താണ്? എക്സ് ആണ് നമുക്ക് അറിയാത്ത കാര്യം, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അത് കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? നമുക്കിവിടെ എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോവാം? റൈറ്റ് സൈഡിലൂടെ, അതായത് ഈക്വൽ ടു സൈനിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. ഓക്കെ. ദെൻ എക്സിനെ മാത്രം ഞാൻ ഇവിടെ നിർത്തി ഈക്വൽ ടു ചെയ്തു. ദെൻ ഇവിടെ നിന്ന് ഇവിടെ എന്താണത്? 18 ഉണ്ട്. ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് 18 ഓൾറെഡി ഉണ്ട്. ദെൻ ഇവിടെ നിന്ന് 100നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. 100നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 100 എന്താണ്? ഡിവൈഡഡ് ബൈ ആണ് അല്ലെ? ഈ ഡിവൈഡഡ് അപ്പുറത്തോട്ട് ഈക്വൽ ടുവിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? അതിന്റെ ഓപ്പോസിറ്റ് ആകും. അതായത് ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് എന്താകും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ പ്ലസ് ആണെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇവിടെ മൈനസ് ആണെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഓക്കെ. അപ്പൊ ഇവിടെ ഡിവിഷൻ ആണ്, ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ അത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് എന്താവും? ഇൻറ്റു 100 ആവും. ഓക്കെ. ഇവിടെ ഇൻറ്റു 60 ആണ്, അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് 60 വന്നിട്ടുള്ളത്. സോ നമുക്കത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 60 ആവും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. 60, 100 ഇവിടെ രണ്ടിലും 0 ഉണ്ട്. നമുക്ക് ആ 0 ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ. 0, 0 ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കി എന്താ ഉള്ളത്? 18 × 10 ഡിവൈഡഡ് ബൈ 6 എന്നാണ് ഉള്ളത്. ഓക്കെ. 0 രണ്ടിടത്തും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദെൻ 6ഉം 18ഉം നമുക്ക് എന്ത് ചെയ്യാം? അതിന് രണ്ടിനും കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പർ ഏതാണ്? 3 ആണ്. അല്ലെങ്കിൽ 6 തന്നെ പോകും 18ല്. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നോക്കി. 1 × 6, 6 × 2, 12, 6 × 3, 18. ഓക്കെ. ദെൻ 6ല് 1 ടൈംസും 18ല് 3 ടൈംസും പോകും. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് നോക്കാം ബാക്കിയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യാം. 3 × 10 ഡിവൈഡഡ് ബൈ 1, that is 30. ക്ലിയർ ആണല്ലോ. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 30 ആണ്. എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അത് നമുക്ക് 30 ആണെന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 18 ആണ്. അതാ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 18 ആണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് കണ്ടുപിടിക്കാലോ. നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് തമ്മിലുള്ള പെർസെന്റേജ് അത് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ബോയ്സ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടി. അത് എത്രയാണ്? 30 ആണ്. നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അത് എത്രയാണ്? 18 ആണ്. നെക്സ്റ്റ് നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? ഈ 30ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ കിട്ടുന്നതല്ലേ നമ്പർ ഓഫ് എന്ത് ബോയ്സ് എന്ന് പറയുന്നത് ആണല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നു. അതിന് നമ്പർ ഓഫ് ഗേൾസ് 18 ആണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരിക്കും? 30 മൈനസ് 18 ആയിരിക്കും. ഓക്കെ. 30 മൈനസ് 18 എത്രയായിരിക്കും? 12. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം? ഇവ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് നമ്പർ ഓഫ് ബോയ്സ് 12ഉം നമ്പർ ഓഫ് ഗേൾസ് 18ഉം ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. ദ റേഷ്യോ ബിറ്റ്വീൻ number of
നമ്പർ ഓഫ് ഗേൾസ് ആണ്, നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്, ആ നമ്പർ ആണ് ആദ്യം വരേണ്ടത്. ഓക്കെ, റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് ഗേൾസ് ടു ദി നമ്പർ ഓഫ് ബോയ്സ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 18 ആണ്. 18 ഈസ് ടു എന്ന് പറയുന്ന റേഷ്യോന്റെ സൈൻ പ്ലേസ് ചെയ്തു. ദെൻ എന്താ വേണ്ടത്? നമ്പർ ഓഫ് ബോയ്സ്. അത് എത്രയാണ്? 12. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്? 18 ഡിവൈഡഡ് ബൈ 12 ഫ്രാക്ഷൻസ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് അതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അതായത് 18:12 ഇക്വാലന്റ് ആണ് 18/12 എന്ന് പറയുന്നത്. ദെൻ അതിന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കുക. സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കുക. ആ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ അതേതാണ്? 6 കോമൺ ആണ്, 3 കോമൺ ആണ്, 2 കോമൺ ആണ്. ഓക്കെ, ദെൻ രണ്ടിലും കോമൺ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ 6 എടുക്കാണ്, കാരണം പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് പോകുമല്ലോ. സോ 6ല് 18 എത്രയാണ്? 3 ടൈംസ്, 12 2 ടൈംസ്, ദെൻ 3/2 എന്ന് കിട്ടും. ഓക്കെ, 3/2 ആണ് റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ്. എന്നുള്ളത് എത്രയായിരിക്കും? അപ്പോൾ 3:2 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ 3/2 എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ എന്താണ്? 3:2. അപ്പോ the ratio of the number of girls to the number of boys in the class is 3:2. എങ്ങനെ ചെയ്തത് നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ടൈപ്പ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഇങ്ങനെയായിരിക്കും റേഷ്യോന്റെയും പെർസെന്റേജിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലിൽ ഇങ്ങനെയായിരിക്കും തരാം. ഓക്കെ, ഡയറക്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്പേഴ്സും ഒരു നമ്പർ മാത്രമേ തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. ദെൻ എന്തെങ്കിലും ഒരു ഹിന്റ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഹിന്റ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% ആണ് അവിടുത്തെ ഗേൾസിന്റെ എണ്ണം എന്നുള്ളതാണ് ഇവിടുത്തെ ഹിന്റ്. ആ ഹിന്റ് വെച്ചാണ് നമ്മളിവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിച്ചു, ബോയ്സിന്റെ നമ്പർ കണ്ടുപിടിച്ചു, ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതെന്താണ്? കോസ്റ്റ് പെർ ഹെഡ്, അതായത് picnic is being planned in school for class 7. Girls are 60% of the total number of students and that are numbering 80. Okay, picnic site is 55 kilometer from the school and the transport company is charging at the rate of ₹12 per kilometer. Then total cost of the refreshments will be ₹4,280. Okay, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. Then the cost per head if 2 teachers are also going with the class. ഈ ക്ലാസിന്റെ കൂടെ 2 ടീച്ചേഴ്സും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ ഒരു ടൂറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ടു ഫൈൻഡ് ദ കോസ്റ്റ് പെർ പേഴ്സൺ നമുക്ക് ആദ്യം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കണ്ടുപിടിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, റീഫ്രഷ്മെന്റ് ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജും റീഫ്രഷ്മെന്റ് ചാർജും കൂടിയിട്ട് കൂട്ടുന്നതാണ്. ഓക്കെ, 2 ചാർജ് നമ്മൾ കൂട്ടുന്നതാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരാളുടെ ചെലവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഒരാളുടെ കോസ്റ്റ് പെർ ഹെഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ആദ്യം എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കണ്ടുപിടിക്കാം. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഇൻ ബോത്ത് വൈസ് ഇൻറ്റു റേറ്റ് ചെയ്താൽ മതി. അതായത് 1 കിലോമീറ്ററിന് 12 rupees ആണ് അവർ ഈടാക്കുന്നത്. കിലോമീറ്ററിന് 12 rupees. അങ്ങനെയാണെങ്കിൽ 55 കിലോമീറ്ററിന് എത്രയാ നോക്കണം. പക്ഷെ 55 കിലോമീറ്റർ മാത്രം നോക്കിയാൽ പോരാ, അങ്ങോട്ട് പോണ പോലെ ഇങ്ങോട്ട് വരണല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് 55 കിലോമീറ്റർ, ഇങ്ങോട്ടേക്ക് 55 കിലോമീറ്റർ. സോ നമുക്ക് എത്രയായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത്? ഡിസ്റ്റൻസ് ബോത്ത് വേസ് ഇൻറ്റു ചാർജ് ആയിരിക്കും, റേറ്റ് ആയിരിക്കും. ഇപ്പൊ ഡിസ്റ്റൻസ് ബോത്ത് വേസ് എന്ന് പറയുന്നത് 55 കിലോമീറ്റർ ആണ് അങ്ങോട്ടത്തേക്കുള്ളത്, ഇങ്ങോട്ടത്തേക്ക് 55. സോ നമുക്ക് 55 ഇൻറ്റു 2 കിലോമീറ്റർ ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഇൻറ്റു റേറ്റ് എത്രയാണ്? 12 ആണ്. അതായത് 1 കിലോമീറ്ററിന് 12 rupees ആണ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇൻറ്റു 12 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് എത്രയായിരിക്കും വരാം? 55 ഇൻറ്റു 2 എത്ര വരും? 110 അല്ലേ? ഓക്കെ, ഇൻറ്റു 12. ഓക്കെ, ഇത് എത്രയാണ്? 12 ഇൻറ്റു 11 ചെയ്ത് നോക്കുക. 1320. ഇത്രയും റുപ്പീസ് ആയിരിക്കും
എന്ത് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം വരുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എത്ര വരുന്നത്? 1320 റുപ്പീസ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ടോട്ടൽ എക്സ്പെൻസ് കാണണം. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്ലസ് റീഫ്രഷ്മെന്റ് ചാർജ് ആണ്. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു എത്രയാണ്? 1320 ആണ്. പ്ലസ് റീഫ്രഷ്മെന്റ് ചാർജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 4280 ആണ്. സോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. സോ ഇത്ര ആൻസർ വരും 0 + 0 8 + 2 0 then 6 then 4 5. ഓക്കെ, അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5600 ആണ്. ഓക്കെ, ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാണ്? 5600. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കാണണം. നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു 18 ഗേൾസ് ഉണ്ട്. ദെൻ നമ്മൾ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? 18 ഗേൾസ് ഉണ്ടായിരുന്നു, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ദെൻ അത് എത്രയാണ്? 12 ആയിരുന്നു അല്ലെ? ദെൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? 2 ടീച്ചേഴ്സും കൂടി ഇതിന്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 2 ടീച്ചേഴ്സും കൂടി ഉണ്ട്. അപ്പൊ ടോട്ടൽ എണ്ണം എത്രയാണ്? 32 അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര പേര് പോയിട്ടുണ്ട്? 32 പേരാണ് ടോട്ടൽ ആയിട്ട് ഇവിടുന്ന് പോയിട്ടുള്ളത്. ഓക്കെ, ദെൻ എക്സ്പെൻസ് പെർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എക്സ്പെൻസ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 5600. ദെൻ ടോട്ടൽ പേഴ്സണും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പെർ ഹെഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5600 ഡിവൈഡഡ് ബൈ 32 ചെയ്താൽ മതി. എത്ര ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 175 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. 175 റുപ്പീസ് ആണ് പെർ ഹെഡ് കിട്ടുന്നത്. ഇപ്പൊ എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? പിക്നിക് സൈറ്റ് 55 കിലോമീറ്റർ ഫ്രം ദ സ്കൂൾ ആണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി 1 കിലോമീറ്ററിന് 12 രൂപയാണ് ചാർജ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ 55 കിലോമീറ്റർ ഫ്രം ദ സ്കൂൾ ആണ്. ഓക്കെ, ദെൻ നമുക്ക് തിരിച്ചു ഡിസ്റ്റൻസ് എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ 55 × 2 ചെയ്തത്. അതായത് രണ്ട് അങ്ങോട്ടത്തേക്കുമുള്ള ഇങ്ങോട്ടത്തേക്കുമുള്ള ചാർജ് നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻറ്റു 12, 1 കിലോമീറ്ററിന്റെ ചാർജ് എന്ന് പറയുന്നത് 12 ആണ്. സോ ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ ചാർജിന്റെ പോലെ തന്നെ റീഫ്രഷ്മെന്റ് ചാർജ് ഇവിടെ തന്നിട്ടുണ്ട് 4280 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ആ ടൂറിന് നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ടോട്ടൽ ടൂറിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അത് എത്രയാണ് കിട്ടുന്നത്? 5600 ആണ്. ഇനി ഈ ടോട്ടൽ എക്സ്പെൻസിനെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഒരാൾ എത്ര പൈസയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് എന്ത് ചെയ്യണം? നമുക്ക് 18 ഗേൾസ് എന്ന് തന്നിട്ടുണ്ട്. ബോയ്സിന്റെ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 ടീച്ചേഴ്സും കൂടെ പോയിട്ടുണ്ട് ഈ കുട്ടികളുടെ ഒപ്പം. ഓക്കെ, അപ്പൊ 18 + 12 + 2 എത്രയാണ്? 32 ആൾക്കാരാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസിനെ ആ നമ്പർ ഓഫ് ആൾക്കാർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് എടുക്കേണ്ട രൂപ കിട്ടും. അത് എത്രയാണ്? 175. അപ്പോൾ ഈ ഒരു ടൂർ പോകാനായിട്ട് ഒരാൾ കൊടുക്കേണ്ട പൈസ എത്രയാണ്? 175. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിളിനകത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If their first stop is at a 22 kilometer from school, what % of the total distance of 55 kilometer is this? അതായത് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 22 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്തു. അതായത് അവിടെ ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ അവർ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ ഡിസ്റ്റൻസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് അവർ ട്രാവൽ ചെയ്തത് ഇപ്പോൾ? ഓക്കെ, ഇനി അവർക്ക് എത്ര പെർസെൻറ്റേജും കൂടെ ട്രാവൽ ചെയ്യണം?
വാട്ട് പെർസെന്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ഈസ് ലെഫ്റ്റ് ടു ബി കവേർഡ്. ഇനി അവർക്ക് എത്ര പെർസെൻറ്റേജ് ഡിസ്റ്റൻസും കൂടെ കവർ ചെയ്യണം. അതായത് ആദ്യം അവർ ഒരു 22 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അത് ടോട്ടൽ ഡിസ്റ്റൻസിന്റെ എത്ര പെർസെൻറ്റേജ് അവരിപ്പോൾ ട്രാവൽ ചെയ്തു. ഓക്കെ, ദെൻ അവർക്ക് ഇനി എത്ര പെർസെൻറ്റേജ് കൂടെ ട്രാവൽ ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? അവർ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് 22 കിലോമീറ്റർ ആണ്. ഓക്കെ, ദെൻ ഇനി അവർക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, ഇത് എത്ര പെർസെൻറ്റേജ്, എത്ര ടോട്ടൽ ഡിസ്റ്റൻസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ 22 കിലോമീറ്റർ എന്നാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 22 കിലോമീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 22 ഡിവൈഡഡ് ബൈ 55 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, തന്നിട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് ഇപ്പൊ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഓക്കെ, ഇപ്പൊ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റൻസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര നമ്മൾ ട്രാവൽ ചെയ്തു എന്നുള്ളതിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ദെൻ 22 55 രണ്ടിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറാണ് 11 എന്ന് പറയുന്നത്. 11 22 2 ടൈംസ് പോകും, 55 5 ടൈംസും പോകും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടി? 2/5 ഇൻറ്റു 100 എന്ന് കിട്ടി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 100 200 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, 200 ഡിവൈഡഡ് ബൈ 5 രണ്ടിലും കോമൺ ആയിട്ട് 5 പോകും. 200 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം? 20 4 ആൻസർ 40 എന്ന് കിട്ടും. അപ്പോൾ 40% ആണ് ഇവര് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, ഇപ്പൊ ഒരു 22 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ 40% ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് അവർ ഇപ്പൊ ട്രാവൽ ചെയ്തിരിക്കുന്നത്. ദെൻ അവർക്ക് ഇനി എത്ര ട്രാവൽ ചെയ്യാണ്ട്? ഇതാണ് സ്കൂൾ എന്ന് വിചാരിക്കുക. ദെൻ സ്കൂളിന്റെ അവിടുന്ന് 22 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അവരിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ദെൻ ഇതാണ് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഇത് ടോട്ടൽ ഉള്ളത് എത്രയാണ്? 55 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 22 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇത്രയും ഈ ഒരു ഡിസ്റ്റൻസ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 22 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന്, അത് 40% ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പോൾ. ഓക്കെ, ദെൻ ഇനി അവർക്ക് എത്ര കൂടി ട്രാവൽ ചെയ്യാനുണ്ട്? അപ്പൊ ഇത് ടോട്ടൽ 100% ആണെങ്കിൽ അതിന് 40 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 40 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ 100 മൈനസ് 40 ഈക്വൽ ടു 60% ആണ് അവർക്ക് ഇനി ട്രാവൽ ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ? ലെഫ്റ്റ് ഓവർ ഡിസ്റ്റൻസ് എത്രയാണ്? ലെഫ്റ്റ് ടു ബി കവേർഡ് എത്രയാണ്? 60%. അത് ടോട്ടൽ 100% ആണെങ്കിൽ 40% ഓൾറെഡി ഇപ്പൊ ട്രാവൽ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഇനി അവർക്ക് കവർ ചെയ്യാനുള്ളത് 100 മൈനസ് 40 ചെയ്താൽ മതി, 60%. ഓക്കെ, അപ്പൊ റേഷ്യോ പെർസെൻറ്റേജ് ഈ രണ്ട് സംഭവങ്ങളുടെയും ഒരു വ്യക്തിപ്പെട്ട ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റേഷ്യോനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, എന്താ പറയാ, റേഷ്യോസ് കണ്ടുപിടിക്കാനായിട്ട്, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ എക്സസൈസ് പാർട്ടും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതിന്റെ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആയ പോലെ ആയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ മെയിൽ ID തന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അവിടെ ചോദിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അവിടെ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ആ ബെല്ലൈക്കൻ അമർത്തി ഓളുകൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഈ ബാക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ എക്സസൈസ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ.